ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തെ അധിക്ഷേപിച്ച കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി ജി മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. വിവരങ്ങളുമായി അപർണ KS ചേരുന്നു. അപർണ, എന്തായാലും വിദ്യാർത്ഥി സമരത്തെ അധിക്ഷേപിച്ച കേസിൽ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാളുടെ ഈ ഒരു വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ചെയ്തത് ഇന്നലെ കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത മോഹൻദാസിനെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വീഡിയോ നീക്കം ചെയ്യാനുള്ള ഈ വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്ന വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. വീഡിയോ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് മെറ്റയ്ക്ക് കത്ത് നൽകും. ഇത്തരത്തിൽ മോഹൻദാസിനെ ഇന്ന് 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മെറ്റയ്ക്ക് ഇവർ കത്ത് നൽകുക. കലാപാഹ്വാനം ഉൾപ്പെടെ 4 കുറ്റങ്ങളാണ് ഇത്തരത്തിൽ ഈ ടി ജി മോഹൻദാസിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഇയാളുടെ ലാപ്ടോപ്പും മൊബൈലും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. മോഹൻദാസിനെ കസ്റ്റഡിയിൽ വേണ്ട എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. ദില്ലിയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന ഒരു വിദ്വേഷ പ്രസംഗമാണ് ഇത്തരത്തിൽ ടി ജി മോഹൻദാസ് തന്റെ വീഡിയോയിലൂടെ പുറത്തേക്ക് വിട്ടത്. ഇതേ തുടർന്ന് ആദ്യം പരാതി നൽകിയത് AIYF സംസ്ഥാന സെക്രട്ടറി കൂടിയായ TT ജിസ്മോനാണ്. ഇതിന് പിന്നാലെ നിരവധി പേർ പരാതി നൽകിയിരുന്നു. ആദ്യം തന്നെ ഈ പരാതി നൽകിയിട്ടും കേസ് എടുക്കാതിരുന്നതിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. സൈബർ സെൽ ഓപ്പറേഷൻ IG ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പരാതികൾ ലഭിച്ച 3 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ടി ജി മോഹൻദാസിനെതിരെ പോലീസ് കേസ് രേഖപ്പെടുത്തുന്നത്. അതായത് കൃത്യമായി പറഞ്ഞ ജൂലൈ 29-നാണ് ഇത്തരത്തിൽ കേസ് രേഖപ്പെടുത്തി ഇത്തരത്തിൽ ടി ജി മോഹൻദാസിനെതിരെ എടുത്തിരുന്നത്. 4 കുറ്റങ്ങൾ ചുമത്തിയാണ് മോഹൻദാസിനെതിരെ കേസ് രേഖപ്പെടുത്തിയത്. കലാപ ആഹ്വാനം ചെയ്തു, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ ശ്രമിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു, സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറി എന്നിങ്ങനെ 4 കുറ്റങ്ങൾ ചുമത്തിയാണ് ഇത്തരത്തിൽ മോഹൻദാസിനെതിരെ കേസ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഇന്നലെ കൊച്ചിയിലെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ടി ജി മോഹൻദാസ് ഉള്ളത്. 11 മണിയോടുകൂടി തന്നെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, വ്യക്തമാണ്. എന്തായാലും ടി ജി മോഹൻദാസിനെതിരെ കൂടുതൽ നടപടികളുമായിട്ടൊക്കെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ടി ജി മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകും. എന്തായാലും മോഹൻദാസിനെതിരെ ഇപ്പോൾ കലാപാഹ്വാന കുറ്റമടക്കം 4 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS.